ശ്യാമേട്ടാ, ശ്യാമേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? കേസിന്റെ കാര്യം ഒന്നും അറിയാതെ ശ്യാമേട്ടൻ എങ്ങും പോകണ്ട. സോനെ, ഞാൻ സത്യം വിളിച്ചിട്ടാ പോകുന്നേ. കേസ് കോംപ്രമൈസ് ആയിട്ടുണ്ട്. ആണോ? ഈശ്വര. അമ്മേ, കേസ് കോംപ്രമൈസ് ആയി. ശ്യാമേട്ടൻ രക്ഷപ്പെട്ടു. എങ്ങനെ കോംപ്രമൈസ് ആക്കിയെന്ന് കൂടി ചോദിക്കേ. ഒരാളെ വണ്ടിയടിച്ചു കൊന്ന കേസാ. അയാളുടെ ബന്ധുക്കൾ ചുമ്മാ കേസ് പിൻവലിക്കൊന്നുമില്ല. എത്ര ലക്ഷം കൊടുക്കേണ്ടി വരും? അവര് 30 ലക്ഷത്തിൽ പിടിച്ചു നിൽക്കായിരുന്നെന്ന സത്യം പറഞ്ഞത്. ഒടുവിൽ എല്ലാവരും സംസാരിച്ച് 15 ലക്ഷത്തിൽ ഒതുക്കി. എന്നാലും 15 ലക്ഷം കൊടുക്കണ്ടേ ശ്യാമേട്ടാ? നമ്മൾ അത്രയും കാശ് എങ്ങനെ കൊടുക്കും? സ്വന്തം കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ടൊന്ന് കൊടുക്കട്ടെടി. ഹൈദരാബാദിൽ എങ്ങാണ്ട് ഫ്ലാറ്റോ വില്ലയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഓരോ കാലത്ത് ഓരോ മാറണം കൊണ്ട് വന്നോളും എന്റെ മക്കളെ കഷ്ടപ്പെടുത്താൻ. സോനെ, ഞാൻ പോയിട്ട് വരാം. ഇന്ദിരേട്ടന് സത്യനെ ട്രാവൽസിൽ കാത്തു നിൽക്കുക. ശരി, പോയിട്ടോ. ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആ ട്രാവൽസ് കൂടി കൈവിട്ടു പോകുന്ന ലക്ഷണമാ. മതിയമ്മേ, ശ്യാമേട്ടനൊരു അബദ്ധം പറ്റിപ്പോയി. അതിന് പ്രാഗാവുന്നിടത്തോളം പ്രാഗിയില്ലേ? എന്റെ മക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നഷ്ടപ്പെടുമ്പോ എനിക്ക് ദണ്ണുണ്ടാവൂടി. ഈ നിൽക്കുന്നവൾക്ക് വേണ്ടി എനിക്കെതിരെ സംസാരിച്ചവനാ അവൻ. അതിന്റെ പേരിലുണ്ടായ നഷ്ടത്തിന്റെ പാതി ഇവളോട് കൂടി തരാൻ പറയടി. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? അവൻ നിനക്ക് വേണ്ടി വാദിക്കുമ്പോ എന്റെ മുമ്പിൽ ജയിച്ച ഭാവമായിരുന്നല്ലോ നിനക്ക്. ഒരു പാല വിട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിക്കാൻ ഞാൻ എന്റെ ഭർത്താവിനോട് പോലും പറയാറില്ലമ്മേ. ഇനിയോട്ട് പറയേയില്ല. നിനക്ക് കൂട്ട് മറ്റവളുമായിട്ടാണല്ലോ, അനുപമയുമായിട്ട്. എന്നെ കുരിശിക്കയറ്റാൻ നോക്കിയതിന് അവക്കും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന്. ബാക്കി കൂടി ഇനി കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. അതോടനെ കിട്ടിയിരിക്കും.